ഒന്നും നോക്കാതെ കുറ്റം ചെയ്തതിന്റെ പേരിൽ നടപടി എടുക്കണം എന്ന പ്രിൻസിപ്പൽ ഉറച്ചു നിന്നാണ് ഞാൻ അവരോട് ചെയ്ത തെറ്റ്. ഈ കസേര അതിനുള്ള ശിക്ഷയാ. എല്ലാ അധികാരങ്ങളും വെട്ടിച്ചുരുക്കി എന്നെ ഇവിടെ ഇങ്ങനെ തളച്ചിട്ടു. DGP, എ ഡെമ്മി ജനറൽ ഓഫ് പോലീസ്. ജീവിതത്തിൽ ഇതിലും വലിയ പരീക്ഷണങ്ങൾ നേരിട്ടവനാ ഞാൻ. ദുരന്തങ്ങളും. ഭാര്യ നേരത്തെ മരിച്ചു. ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ. മിലിറ്ററി ഓഫീസറായ ഭർത്താവിന്റെ കൂടെ അവള് ജമ്മുവിലായിരുന്നു. ഒരു ഗ്രനേഡ്. ആ ജീപ്പിലുണ്ടായിരുന്ന അവർ രണ്ടുപേര് പോയി. എനിക്ക് പിന്നീടൊരു മകനെ പോലായിരുന്നു ജിമ്മി. അറിയില്ലേ? ജിമ്മി ജോർജ് വോളിബോൾ നാഷണൽ ഇന്റർനാഷണൽ സ്റ്റാറായി വളർന്ന എൻ്റെ ജിമ്മി പോലീസ് ഫോഴ്സിനൊരു അഭിമാനമായിരുന്നു. ഇറ്റലി വെച്ചൊരു കാർ ആക്സിഡന്റിൽ അവനും. ഇനി എനിക്ക് വലിയ മോഹങ്ങളൊന്നുമില്ല. ഇവരുടെയൊക്കെ ഓർമ്മയ്ക്കായി ഒരു അനാഥാലയം തുടങ്ങാമെന്ന് വെച്ചു. ഉറ്റവരും ഉടയരും ഇല്ലാത്ത സ്ത്രീകൾക്കായി. കുറച്ച് കുടുംബസ്വത്തുണ്ടായിരുന്ന വിറ്റു. പിന്നെ അത് നോക്കി നടത്താൻ കഴിവുള്ള ഒരാളെ വേണമായിരുന്നു. ദൈവം കൊണ്ട് തന്നു. അതിനെല്ലാം കൊണ്ടും പറ്റിയ ഒരാളെ. സമയത്ത് കിട്ടുന്നുണ്ടോ? ജോലിയൊക്കെ ചെയ്യുന്നുണ്ടോ? കഴിക്കടോ. സർ, എൻ്റെ അച്ഛൻ്റെ മരണത്തെപ്പറ്റി പാർട്ടി നേതൃത്വവുമായി ബന്ധപ്പെടുത്തി പലതും പറഞ്ഞു കേട്ടിരുന്നു. എന്നാൽ അതൊക്കെ ബൂർഷ്വാ പത്രങ്ങൾ പടച്ചിറക്കുന്ന നുണക്കഥകളായാണ് പലരും കരുതിയത്. ഞാനും. പക്ഷേ എന്നോട് ചെയ്ത ക്രൂരത ഓർക്കുമ്പോൾ എൻ്റെ അച്ഛൻ്റെ മരണത്തെപ്പറ്റി കേട്ടതും ശരിയായിരുന്നു എന്ന് തോന്നുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം. അതേപ്പറ്റി ഇനി പറഞ്ഞിട്ടെന്തിനാ? എങ്കിലും സാറിന് അറിയായിരിക്കുമല്ലോ, അതുകൊണ്ട് ചോദിക്കുക. എന്താണ് സത്യം? ആരാണ് സാർ എൻ്റെ അച്ഛനെ കൊന്നത്? അന്ന് നിങ്ങളുടെ പാർട്ടിയായിരുന്നല്ലോ ഭരണത്തില്. എന്നിട്ടും അന്വേഷണത്തിന്റെ പകുതിക്ക് വെച്ച് എന്നെ ട്രാൻസ്ഫർ ചെയ്തത് സത്യം പുറത്തു വരുന്നുള്ള ചിലരുടെ ഭയം കൊണ്ടായിരിക്കണം. പക്ഷേ ആരൊക്കെയായിരുന്നു ആ കൊലയ്ക്ക് പിന്നിലെന്ന് തീർത്തു പറയാൻ എനിക്കാവില്ല. ജസ്റ്റ് എ മിനിറ്റ്. അഴിമതി ചെയ്യാൻ ഞാൻ ഒരുവനെയും അനുവദിക്കില്ല മുഖ്യമന്ത്രി. വെണ്ടയ്ക്ക അക്ഷരത്തിലാണ് തലക്കെട്ട്. താഴെ ചുണ്ടങ്ങ പരുവത്തി വേറെ ഉണ്ട്. അതെന്താ? മുഖ്യമന്ത്രി അഴിമതി ചെയ്യാൻ ഒരുത്തനെയും അനുവദിക്കില്ല, മുഴുവൻ സ്വയം ചെയ്യും. തിരുത്തലുകാരൻ ഹരീഷ്ണന്റെ പ്രസ്താവനയാണ്. മുഖ്യമന്ത്രി മകൻ വേണുവിന് പൊങ്ങാൻ നാണമില്ലാതെ ഏണി വെച്ചു കൊടുക്കുന്നു. ആ വേണുവിന് ഞങ്ങൾ താണു കൊടുക്കില്ല. ഇത് ബാഹുലേന്റെ വകയാണ്. ഏണി ഞാൻ എന്ത് ചെയ്തെന്നാ? സ്വന്തം നിലയ്ക്ക് അവൻ ഉയരുമ്പോൾ ഞാൻ പിടിച്ച് താഴ്ത്തിയിട്ടില്ല. ഒരച്ഛന് മകനോട് അങ്ങനെ ചെയ്യാനൊക്കുവോ? മിസ്റ്റർ തോമസ് മാത്യു പറയൂ, ഞാൻ എന്റെ മകന്റെ ഉയർച്ചയ്ക്ക് അവിഹിതമായി എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ടുണ്ടോ? ഇതുവരെ ഇല്ലെങ്കിൽ ഇനിയെങ്കിലും ചെയ്തു കൊടുക്കണം സാർ. വാട്ട് യു മീൻ? മഹാത്മജിയുടെ അനുഭവം സാറിനുണ്ടാകരുത്. മനസ്സിലായില്ല. ചില കാര്യങ്ങളിൽ മഹാത്മജിയോട് എനിക്ക് എതിർപ്പുണ്ട്. എന്റെ മുമ്പിൽ വെച്ച് ഗാന്ധിജി എതിർത്താൽ സംസാരിക്കരുത്. ഞാനൊരു തികഞ്ഞ ഗാന്ധിയനാണ്. അദ്ദേഹത്തെ ആരാധിക്കുന്ന ആളാണ് സാർ ഞാനും. ഒരു സംശയം ചോദിക്കട്ടെ, ഗാന്ധിജിക്ക് എത്ര മക്കളുണ്ടായിരുന്നു? ഗാന്ധിജിക്കോ? 3 2 ആണും 1 പെണ്ണും. അല്ല സാർ, 4 ആൺമക്കളാണ്. ഹരിലാൽ, മണിലാൽ, രാംദാസ്, ദേവദാസ്. ഓ, ഇവരെ മറ്റുള്ളവർ അറിയുന്ന നിലയിൽ ഗാന്ധിജി വളർത്തിയില്ല. അതാണ് അദ്ദേഹത്തിന് പറ്റിയ തെറ്റ്. ആ തെറ്റ് ഒരച്ഛനും ആവർത്തിക്കരുത്. പ്രത്യേകിച്ച് സാർ ഒരു ഗാന്ധിയനായ സ്ഥിതിക്ക് മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കണം. അത് മറ്റുള്ളവർക്ക് ഹിതമായാലും ശരി, അഹിതമായാലും ശരി. അതിന് നിങ്ങൾ ഈ പറയുന്നൊക്കെ ഈ തിരുത്തലും വിമതനൊക്കെ മനസ്സിലാക്കട്ടെ. അത് വലിയ കഷ്ടം തന്നെയാണ് സാർ. ശശി, ഒന്ന് പത്രത്തിൽ വേറെ ഒരു പ്രധാന വാർത്ത ഉണ്ട് സാർ. അതെന്താ?
ഐ ജി ബൽറാമിനെതിരായ വിജിലൻസ് റിപ്പോർട്ട് അച്ചടിച്ച് വന്നിട്ടുണ്ട്. വിജിലൻസ് റിപ്പോർട്ടോ? അതെ. അതെങ്ങനെ പരസ്യമായി? ആരാ ചോർത്തിയത്? അറിയില്ല സാർ. അന്വേഷിക്കണം, കുറ്റക്കാരെ ഉടനെ കണ്ടുപിടിക്കണം. ഇത് പറഞ്ഞപ്പോഴാ ഓർത്തത്. നിങ്ങളുടെ RDX അന്വേഷണം എവിടെ എത്തി? വളരെ ഊർജിതമായിട്ട് അന്വേഷിക്കുന്നുണ്ട് സാർ. പത്രത്തിൽ അവിടെ പൊട്ടി ഇവിടെ പൊട്ടി എന്ന് കേൾക്കുമ്പോ എന്റെ ഇടതഞ്ചാ പൊട്ടുന്നത്. എത്രയും വേഗം നിങ്ങൾ ഇത് കണ്ടെത്തി നശിപ്പിക്കണം. RDSന്റെ കാര്യത്തില് അതിന് കുറച്ച് പ്രയാസമുണ്ട് സാർ. അതെന്താ? മറ്റു സ്ഫോടക വസ്തുക്കളെ പോലല്ല, കരയെ മാത്രമല്ല ഇത് വെള്ളത്തിൽ സൂക്ഷിക്കും. എന്റെ വഴുത്തല ഭഗവതി, കയറ്റു എന്നെ, വേഗം കയറ്റു. ഞാൻ വീട്ടിൽ ഒന്ന് തോർത്തി തരാം. ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ റിസ്ക് ആണ്. റാസ്കൽ, നീ എന്റെ വിജിലൻസ് ഫയൽ പരിചയപ്പെടുത്തിയല്ലടാ. എന്റെ മുറിയിൽ വന്നിട്ട് പിന്നെ ഞാൻ You dirty pigs! If you want a fight, you can have it in the street with those animals eating shit. സാർ, ഇയാൾ ഇവിടെ കയറി വന്ന് എന്നെ ഈ റാസ്കൽ എന്റെ വിജിലൻസ് ഫയൽ ചോർത്തി സാർ. Shut up! ചോർത്തി പോലും ചോർത്താൻ എവിടെ ഉണ്ടോ വിജിലൻസ്? ആ പദം അർത്ഥമാക്കുന്ന ശ്രദ്ധ, ദക്ഷത, ജാഗ്രത, അവധാനം ഇതൊക്കെ എത്രയോ കാലം മുമ്പേ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചോർന്നു പോയില്ലേ? ഒരു കാലത്ത് ഉരുക്ക് കോട്ട പോലെ ഉറച്ചു നിന്ന പോലീസ് ഫോഴ്സിനെ നിങ്ങളെപ്പോലുള്ളവര് പല ലോബികളാക്കി അംശിച്ചും ഛേദിച്ചും തകർത്തില്ലേ? പബ്ലിക് സ്റ്റേജിൽ പച്ചത്തെറി മാത്രം വിളിച്ചു പറയാൻ അറിയാവുന്ന ചില നേതാക്കന്മാരുടെ മുമ്പില് IPS സ്റ്റാറ്റസ് മറന്ന് നിങ്ങൾ മുട്ടുകുത്തി തല കുമ്പിട്ടു. ഇനി നിവരാൻ കഴിയില്ല. ചപ്പിറ്റി പൊതു ഖജനാവിൽ നിന്ന് കോടികൾ തന്നെ തിരിമറി നടന്നു എന്ന് അറിഞ്ഞിട്ടും പ്രതികരിക്കാത്ത ജനങ്ങള് നിങ്ങളുടെ ഈ വിജിലൻസ് ഫയൽ കണ്ടാലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വെച്ചിടുന്ന ഗുസ്തിക്ക് രണ്ടുപേരും റിട്ടേൺ എക്സ്പ്ലനേഷൻ തരണം. അണ്ടർസ്റ്റാൻഡ്? കൂടെ നിന്ന് രഹസ്യങ്ങൾ ചോർത്തിയിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നോടാ. എവിടെയാടാ നീ രേഖകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു റെക്കോർഡും എന്റെ കയ്യിലില്ല. ദാസപ്പ മുതലാളിയെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ഞാനൊരു കള്ളം ചെയ്തതാ. കള്ളം പറയുന്നോടാ റാസ്കൽ. ആ നായെ, മര്യാദയ്ക്ക് നീ എടുത്തു തന്നിനെ നിന്നെ കൊന്നുകളയും ഞാൻ. പിടിക്ക്. പറയടാ, എവിടെയാ റെക്കോർഡ്സ് എല്ലാം? പറയാം, അതെല്ലാം ഞാൻ ബാലേന്ദ്രനെ ഏൽപ്പിച്ചിരിക്കാൻ. ഏത് ബാലേന്ദ്രൻ? അബ്കാരി കോൺട്രാക്ടർ ബാലേന്ദ്രൻ. മിസ്റ്റർ ബാലേന്ദ്രൻ, നിങ്ങളുടെ കയ്യിൽ ഇവൻ ഏൽപ്പിച്ചിട്ടുള്ള റെക്കോർഡുകളെല്ലാം ഞങ്ങൾക്ക് തരണം. റെക്കോർഡുകളോ? അതെ ബാലേട്ടാ, ഒരു മിനിറ്റ്. കേസ് പോലും രജിസ്റ്റർ ചെയ്യാതെ കസ്റ്റഡിയിലെടുത്ത് ഉപദ്രവിക്കുകയായിരുന്നു അവര്. രക്ഷപ്പെടാൻ ഈ ഒരു വഴിയെ കണ്ടുള്ളൂ. സഹായിക്കണം. ഓ, ആ റെക്കോർഡ്സ് അല്ലേ? അരി വരൂ. സാർ ഇരിക്കണം പ്ലീസ്. ഇരിക്കാനൊന്നും സമയമില്ല, എനിക്ക് റെക്കോർഡ്സ് വേണം. അതെടുക്കാനല്ലേ അവര് പോയിരിക്കുന്നത്. ദാസപ്പന്റെ മകളുമായിട്ട് അടുപ്പത്തിലായിരുന്നു എന്നതൊഴിച്ചാൽ മറ്റൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ആ രേഖകളൊക്കെ എന്റെ കയ്യിലുണ്ടെന്ന് പറയാൻ കാരണം? ശത്രുവിന്റെ ശത്രു മിത്രമാണെന്നല്ലേ പറയാറ്? Yes, DGP here. ഞാൻ ബാലേന്ദ്രനാണ് സാർ. ഉവ്വ്. ആ, മനസ്സിലായി. ആ തിരുത്തൽവാദി. ആ, കൊടുക്ക്. സാർ, അത് മാത്രമല്ല സാർ, രാഷ്ട്രീയ വൈരാഗ്യം കൂടിയുണ്ട് ഇതിന്റെ പിന്നിൽ. എന്താ അവരോട് ചെയ്യുന്നത്? വിളിക്കേ, അല്ലെങ്കിൽ എനിക്ക് കയറി നോക്കേണ്ടി വരും. അതൊന്നും നടക്കില്ല. സമ്മതമില്ലാതെ ഈ വീടിന്റെ അകത്ത് കയറിയ ഒരു പ്രതിയെ ഒളിപ്പിക്കുന്നത് കുറ്റകരമാണെന്നറിയാമോ? ഓ, എക്സ്ക്യൂസ് മീ, യുവർ DGP is on the line. ഹലോ സർ. സർ, പക്ഷെ ഇവൻ പറഞ്ഞതനുസരിച്ചാ മതി. താൻ പൊയ്ക്കോ.
സർ. ബാലേട്ട, നന്ദി എന്ന വാക്കിൽ ഞാൻ ഒതുക്കുന്നില്ല. ഒരു അനാഥാലയത്തിൽ അച്ഛനും അമ്മയും ആരെന്നറിയാതെയാണ് ഞാൻ വളർന്നത്. ജീവിക്കാൻ വേണ്ടി പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇങ്ങനെ ഒരു അവസരത്തിൽ എന്റെ ജീവൻ രക്ഷിച്ച നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല. ഹരി അനാഥനല്ല. പണ്ട് വിപ്ലവവീര്യം കത്തിജ്വലിച്ചു നിന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് എൻ്റെ മനസ്സിൽ. അയാളെ ഞാൻ സഹായിച്ചത്. കീപ് ഇറ്റ് അപ്പ്. പോലീസിൽ മിസ്റ്റർ ക്ലീൻ നടിച്ചു നടക്കുന്ന DGP ഇപ്പൊ കള്ളു കച്ചവടക്കാരൻ ബാലേന്ദ്രന്റെ കീഴിലാണോ ജോലി ചെയ്യുന്നത്? നാണം കെട്ട ഇയാളെ. ശശി, എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? പോലീസ് കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ ഒരാളെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കാതെ നിങ്ങൾ തടഞ്ഞോ? അതും CM-നെ തിരുത്താൻ നടക്കുന്ന ഒരു ക്രിമിനലിന് രക്ഷപ്പെടാൻ നിങ്ങൾ എന്തിനു കൂട്ടുന്നു? കുറ്റവാളിയെ കണ്ടുപിടിക്കാനുള്ള നമ്മുടെ പോലീസ്, അല്ലാണ്ട് വിട്ടുകൊടുക്കാനൊന്നും അല്ലല്ല. പറയണം മിസ്റ്റർ. കള്ള് കച്ചവടക്കാരുടെ വാലായി അവർ തരുന്ന കള്ളും കുടിച്ച് നടക്കുന്നവര് യൂണിഫോമിനെ കുറിച്ചും അത് തരുന്ന അധികാരത്തെ കുറിച്ചും മിസ്റ്റർ സംസാരിക്കുന്നു. മാത്യു, Excuse me, sir. If you want an explanation, as a police officer, it is my duty to give you. പക്ഷെ അതിവിടെ മുമ്പ് വെച്ച് വേണ്ട. വേണം. പരാതിക്കാർ ഇവരാണ്. സത്യം എനിക്കറിയണം. ശരിയെങ്കിൽ പറയാം. കൂടുതൽ വഷളാകാതിരിക്കാൻ വേണ്ടി ഞാനത് ചെയ്തു. അങ്ങയുടെ രക്ഷയ്ക്ക് വേണ്ടി. എന്റെ രക്ഷയ്ക്കോ? അതെ. അല്ലെങ്കിൽ ഇയാൾ പറയട്ടെ, എന്തായിരുന്നു ഹരികൃഷ്ണന്റെ പേരിലുള്ള കുറ്റം? എന്തിനായിരുന്നു അയാളെ കസ്റ്റഡിയിലെടുത്തത്? Come on, tell me, what was the charge against him? സർ, അത് ഞാൻ ഇയാളുടെ മകളുമായി അയാൾക്ക് അടുപ്പമുണ്ടായിരുന്നു. അതിനാണോ ഹരികൃഷ്ണനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി മണിക്കൂറുകളോളം തല്ലിച്ചതച്ചത്, തേജോവധം ചെയ്തത്? അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സർ. ഐ ക്യാൻ പ്രൂവ് ഇറ്റ്. എന്താണ് അപേക്ഷിച്ചിരിക്കുന്നത്? പറ. ഇപ്പൊ തന്നെ നാക്കിറങ്ങിപ്പോയോ? തിരുത്തൽവാദിയായ ഹരികൃഷ്ണനെ പോലീസ് മർദ്ദിച്ചു കൊന്നാൽ ആ കുറ്റം ഏൽക്കേണ്ടി വരുന്ന ആരാണ് സർ? അങ്ങ് തന്നെയല്ലേ? നേരത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരു തിരുത്തനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇടിച്ചും തൊഴിച്ചും കൊന്ന് കെട്ടിത്തൂക്കിയ കേസ്. അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഡു യു വാണ്ട് എനി മോർ എക്സ്പ്ലനേഷൻ സർ? സാറേ, ഇങ്ങനെ പറയണത് മുഴുവനും അങ്ങാട്ട് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. മേലിൽ ഇത്തരം സില്ലി കേസുമായി എന്റെ മുമ്പിൽ വരരുത്. ശശി, താനും കൂടെ കേൾക്കാനാ പറയുന്നത്. പൊയ്ക്കോളൂ. ഇറങ്ങി പോടോ. സോറി മിസ്റ്റർ മാത്യു. വരൂ. ഇനി ഒരു പ്രധാന കാര്യം. ആ വിജിലൻസ് കേസ് അന്വേഷണം എവിടം വരെയായി? ഇനി താമസിച്ചാൽ ബുദ്ധിമുട്ടുണ്ട്. പെട്ടെന്ന് നിങ്ങൾ ആ റിപ്പോർട്ട് തരണം. പ്രയാസമുണ്ട് സർ, എനിക്കതിന് കഴിയില്ല. കഴിയില്ലേ? ഉത്തരവാദപ്പെട്ട ഒരു ഓഫീസിൽ നിന്ന് സർക്കാരിന്റെ രഹസ്യരേഖകൾ ചോർന്നു പോയാൽ അതൊരു നിസ്സാര കുറ്റമല്ല. അത് അന്വേഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ? അന്വേഷിക്കാൻ കഴിയില്ലെന്നല്ല, സത്യസന്ധമായ ജോലി ചെയ്യാൻ പ്രയാസമാണെന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ല? ഒരു മർഡർ കേസിലെ പ്രതിയെ കണ്ടെത്താൻ ആ കൊലപാതകം കൊണ്ട് ആർക്കാണ് ഗുണം എന്നാണ് പരിശോധിക്കുക. ഈ വിജിലൻസ് ഫയൽ ചോർന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട IG മാധവൻ നായർക്കോ ബൽറാമിനോ ഗുണമുണ്ടായില്ല. ഉണ്ടായത് വേറൊരാൾക്കാണ്. Who is he? മലപ്പുറത്ത് ലാത്തി ചാർജ് വെടിവെപ്പ് നടത്തിയ മാധവൻ നായർക്ക് പ്രൊമോഷൻ കൊടുക്കാൻ ഭരണകക്ഷിയിലെ ഒരു ഗ്രൂപ്പ് സമ്മതിക്കില്ല. ഇടുക്കിയിൽ കഞ്ചാവ് വേട്ട നടത്തിയ ബൽറാമിന് സ്ഥാനക്കയറ്റം കൊടുത്താൽ മറ്റൊരു കക്ഷി പിണങ്ങും. ഈ ഫയല് ചോർന്നതോടെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരാൾ അങ്ങ് തന്നെയല്ലേ. 2 IG-മാരെ ലീവിലായി ചോദിക്കാൻ കഴിഞ്ഞല്ലോ. മിസ്റ്റർ മാത്യു, ആർ യു അക്യൂസിംഗ് മീ? ഐ ആം അപ്രീഷിയേറ്റിംഗ് യു സർ. മഹാഭാരത യുദ്ധത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ധർമ്മപുത്രരെ കൊണ്ട് പറയിച്ചില്ലേ, പാതി കളവ് അശ്വത്ഥാമ ഹത. അങ്ങ് നിൽക്കുന്നത് കുരുക്ഷേത്ര ഭൂമിയിലാണ്. സ്വന്തം അണികൾ തന്നെ ആയുധമെടുത്ത് അങ്ങയുടെ. ഇനി നിങ്ങളും എനിക്കെതിരെ ആയുധം എടുക്കരുത് പ്ലീസ്. ഒരിക്കലും ഇല്ല സാർ. പകരം ഒരു സഹായം ചോദിക്കുന്നു. ഈ കുരിശ് എന്നിൽ നിന്ന് ഒന്ന് മാറ്റി തരണം. പെൻഷൻ പ്രായം കഴിഞ്ഞിട്ടും സാറിന്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ ജോലി തുടരുന്നത്. നീ വയ്യ, മടുത്തു. എന്നെ പിരിഞ്ഞു പോകാൻ അനുവദിക്കണം. നോ, എന്റെ അനുവാദത്തോട് നിങ്ങൾ പോവില്ല, പ്രത്യേകിച്ചും ഈ സമയത്ത്. അങ്ങയോട് എനിക്ക് ബഹുമാനമുണ്ട്. ഈ വേഷം തുടർന്നാൽ ആ നല്ല ബന്ധം നിലനിർത്താൻ എനിക്ക് പ്രയാസമുണ്ട്. എന്താ നിങ്ങളുടെ വിഷമം? ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയവരും അതുപോലെ പലരും അങ്ങയുടെ പിന്നിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന വൃത്തികേടുകൾ അറിയുന്നവനാണ് ഞാൻ. പക്ഷെ അവരൊക്കെ മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരാണ്. അതുകൊണ്ട് തന്നെ നടപടിയെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ സർവീസ് തുടർന്നും ആവശ്യമുണ്ടെങ്കിൽ അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ എനിക്ക് അധികാരം തരണം. മിസ്റ്റർ മാത്യു, ഗിവ് മീ ആൻ ആൻസർ.
യെസ് ഓർ നോ? യെസ്. തെറ്റ് ചെയ്തവരാരായാലും അവർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ ഞാൻ അതിന് തടസ്സമാവില്ല. യു ക്യാൻ പ്രൊസീഡ്.